സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മുൻകാല ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്താണ്? സബർമതി ആശ്രമം. നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചേരിചേരാ നയം. കേരളത്തിലെ ചെറുധാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം? അട്ടപ്പാടി. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം പ്രശസ്തമായ ദേശഭക്തി ഗാനമാണിത്. ഇതിൻ്റെ രചയിതാവ് പി. ഭാസ്കരൻ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളി. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠ ജേതാവായ മലയാള സാഹിത്യകാരൻ ആരാണ്? എം.ടി. വാസുദേവൻ നായർ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്താണ്? മോനിയ. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം, ശ്രീഹരിക്കോട്ട. നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ 1901. വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം? ആന. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായിരുന്ന മലയാളി ആരാണ്? M.O. മത്തായി. നാട്ട് 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 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഗാനമാണ്. ഇതിൻ്റെ സംഗീത സംവിധായകൻ M. കീരവാണി, മരകതമണി എന്നും അറിയപ്പെടുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്ന. ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പെലെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏതാണ്? ശാന്തിവനം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ്? മിന്നുമണി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? രാംസിംഗ് ടാക്കൂർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് പ്രതിഷേധ സമരത്തെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 പ്രതിഷേധ സമരങ്ങളിൽ ഒന്നായി ടൈം വാരിക തെരഞ്ഞെടുത്തത്? ഉപ്പു സത്യാഗ്രഹം. വന്ദേ ഭാരതത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ്? അരവിന്ദ ഘോഷ്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ്?
ഗാന്ധിജി. ഗാന്ധിജിയുടെ ഊന്നുവടിയുമായി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത ബാലൻ ആരാണ്? ഗാന്ധിജിയുടെ പേരക്കുട്ടി കനു രാംദാസ് ഗാന്ധി. നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു? ആഗാഖാൻ കൊട്ടാരം. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെട്ടിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? തത്വബോധിനി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മഹാദേവ് ദേശായി. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? സുബ്ബറാവു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. 2024 ഒളിമ്പിക്സ് മത്സരങ്ങൾ ഏതു രാജ്യത്താണ് നടക്കാൻ പോകുന്നത്? ഫ്രാൻസ്. 2023 ഐക്യരാഷ്ട്രസഭ എന്ത് വർഷമായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചത്? ചെറുധാന്യവർഷം. ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട MD വാസുദേവൻ നായരുടെ പ്രധാന സാഹിത്യ സൃഷ്ടിയുടെ പേര്? രണ്ടാമൂഴം. സൈമൺ ഗോബായ്ക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? യൂസഫ് മെഹ്റലി. വൈസ്രോയി ഇർവിൻ പ്രഭു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം എന്തായിരുന്നു? ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡിയാത്ര. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപി. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ പ്രശസ്ത വ്യക്തി ആരാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ഉത്തരം പറഞ്ഞ അനിക്കയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക്സ് ഫോർ വാച്ചിങ്.